ഈ 16-17 നൂറ്റാണ്ടുകളിലൊക്കെ മന്ത്രവാദികളുമൊക്കെ ഭരണകൂടത്തെ പോലും അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ പോലും നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യൂറോപ്പിൽ. അന്ന് ഭരണകൂടത്തിൻ്റെ ആശീർവാദത്തോടെയും അല്ലാതെയും ഇത്തരം ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ തുടർന്നു വന്നിരുന്നു. അതിൻ്റെ പേരിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമൊക്കെ നമുക്ക് ചരിത്രം വായിച്ചാൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സമുദായങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ചെറിയ ചെറിയ സമുദായങ്ങളിലുള്ള ആളുകളെ പോലും വിച്ച് അഥവാ മന്ത്രവാദിനികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. അവരെയൊക്കെ നിർദാക്ഷിണ്യം പലപ്പോഴും ഭരണകൂടം കൊലപ്പെടുത്തുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. ചരിത്രപരമായ ഒരുപാട് രേഖകളുണ്ട് താനും. പക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു അത് നൽകിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാനമൊക്കെ പിന്നീട് ഇങ്ങോട്ട് കുറഞ്ഞു വരികയും മന്ത്രവാദത്തിലും മറ്റും ജനങ്ങൾ വിശ്വസിക്കുന്ന അവരുടെ എണ്ണം വല്ലാതെ മാറുകയും ഒക്കെ ചെയ്തു വരുന്ന സാഹചര്യം പിന്നീട് ഉണ്ടായി. പക്ഷേ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട്, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് ഒരു പകുതിക്ക് ശേഷം ഇങ്ങോട്ട് ഇത്തരം നിരവധി സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി. അത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വന്നു. ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടവരുടെ കഥകൾ വന്നു. ജ്യോത്സ്യന്മാരിൽ അമിതമായി വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം പെരുകി വന്നു. മരണങ്ങൾ, കൊലപാതകങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ നമ്മുടെ കേരളത്തിലും കൊച്ചു കേരളത്തിലും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേൾക്കുന്ന കഥകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അല്ലെങ്കിൽ കൊലപാതക കേസുകളിൽ സ്വത്തുകൾ നഷ്ടപ്പെടുന്നവരിൽ, കുടുംബത്തിലെ പ്രശ്നങ്ങളിലൊക്കെ ഇത്തരം മന്ത്രവാദിനികളോ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വരുമ്പോഴാണ് ഈ അന്ധവിശ്വാസം എന്നുള്ളത് നമ്മുടെ സമൂഹത്തെയും വല്ലാത്ത തോതിൽ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലായി വരുന്നത്. 2008 സന്തോഷ് മാധവൻ എന്ന ഒരാളുടെ കഥ നമ്മൾ കേൾക്കുന്നത്. അയാളിങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരു വലിയ വൃക്ഷമായി വളർന്നു വരികയായിരുന്നു. ഇതേ തുടർന്ന് സന്തോഷ് മാധവൻ 2008 മെയ്യിൽ സന്തോഷ് മാധവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നീട് അതിന് പ്രധാന കാരണം അയാളുടെ പേര് അന്ന് സ്വാമി അമൃത ചൈതന്യ എന്നായിരുന്നു. അമൃത ചൈതന്യ എന്നുള്ളത് ആൾദൈവ ബിസിനസ്സുകാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായി വളർന്നു വന്ന പശ്ചാത്തലം അന്നുണ്ടായത്. അന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലാണ്, ചില പരാതികളുടെ പേരിലാണ് ഈ സന്തോഷ് മാധവൻ അറസ്റ്റിലായത്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ അന്വേഷണത്തിൽ കേട്ട കാര്യങ്ങൾ പലതും കൊച്ചിയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലടക്കം ഇയാളുടെ വലിയ പങ്കാളിത്തം, രാഷ്ട്രീയ നേതാക്കളുമായുള്ള ഇയാളുടെ ബന്ധം, സിനിമാക്കാരുമായി ഇയാൾക്കുണ്ടാകുന്ന ബന്ധം, അവരെയൊക്കെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ള പലവിധ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു. ഈ ആൾദൈവം എന്ന രീതിയിൽ സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ള രഹസ്യമായും പരസ്യമായും പ്രവർത്തിക്കുന്ന നിരവധി ആൾദൈവങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഒരുപാട് പിന്നീട് പുറത്തു വന്നത്. ഇവരിൽ പലരും ഈ സന്തോഷ് മാധവൻ്റെ അറസ്റ്റിന് ശേഷം അകത്താകുന്ന അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ വന്നു. അതിലെ പ്രധാനപ്പെട്ട ആളുകളാണ് കോഴിക്കോട്ടെ സുനിൽ സ്വാമി, ജിലേബി സ്വാമി, തൃശ്ശൂരിലെ ദിവ്യ ജോഷി, വർക്കലയിലെ സ്റ്റൗ സ്വാമി എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും മറ്റും ചെയ്തു. പൂർവാശ്രമത്തിൽ ജിലേബി കച്ചവടക്കാരനായിരുന്ന ജിലേബി സ്വാമിയാണ് പിന്നീട് കോഴിക്കോട് മയിലാടും കുന്നിൽ ഒരാശ്രമം സ്ഥാപിച്ചത്. ഈ ആശ്രമത്തിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിഞ്ഞു വീണ് ഒരാൾ മരിച്ച കേസിലൊക്കെ പ്രതിയായപ്പോൾ ഇയാൾ പതുക്കെ സ്ഥലം വിടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഈ സ്റ്റൗ സ്വാമി ആകട്ടെ സ്റ്റൗവിന് മുകളിൽ ഒരു കുട്ടിയെ ഇരുത്തി പൂജ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും തുടർന്ന് നാട്ടുകാരുടെ രോഷത്തിനിടയാകുകയും ഇയാൾക്ക് പണി നിർത്തി തിരിച്ചു പോകേണ്ട അവസ്ഥയും വന്നു. കുട്ടിച്ചാത്തൻ സേവയും ഈ കൂടോത്രവും നാരീപൂജയും ഒക്കെ ചെയ്തവർ പിന്നീട് പതുക്കെ അപ്രത്യക്ഷരായി തുടങ്ങി. അന്നൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ റെയ്ഡുകൾ ഈ ആശ്രമങ്ങളിലൊക്കെ ഉണ്ടായ പശ്ചാത്തലം നമ്മൾ വാർത്തകളിലൂടെ വായിക്കുകയും നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി റെയ്ഡുകൾ ഉണ്ടായി. നമ്മുടെ പല സ്ഥലങ്ങളിലുമുള്ള ആശ്രമങ്ങളൊക്കെ പോലീസിൻ്റെ നിരീക്ഷണത്തിലായി, അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിരീക്ഷണത്തിലായി. ഈ ആൾദൈവങ്ങളുടെ ഒരെണ്ണം കാര്യമായി കുറഞ്ഞു വരുന്ന പശ്ചാത്തലം പിന്നീട് സംഭവിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം അത്ര വിശ്വാസം ജനങ്ങൾക്കില്ലാതെ പോകുന്നു പരസ്യമായി. പക്ഷേ രഹസ്യമായി ഈ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വല്ലാത്ത രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ തെളിവുകളാണ് അടുത്ത കാലത്തായി പുറത്തു വരുന്ന നിരവധി കൊലപാതക കേസുകൾ. അതിൽ വളരെ പ്രധാനം എന്നുള്ളത് ഇലന്തൂർ നരബലി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ട കേരളത്തിൽ അവിശ്വസനീയമായി വന്ന ഒരു കഥ, അത് പിന്നീട് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ഇതുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ നടക്കുകയും ഈ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കായി, സാമ്പത്തിക അഭിവൃദ്ധിക്കായി 2 മനുഷ്യരെ ബലി നൽകി കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ നടുക്കത്തോടു കൂടിയാണ് കേട്ടത്. പുരോഗമനവാദിയായി അവതരിച്ച് അന്ധവിശ്വാസത്തിൻ്റെ പരകോടിയിലായിരുന്ന ഭഗവത് സിംഗും ഭാര്യ ലൈലയുമായിരുന്നു മനുഷ്യക്കുരുതിക്കായി
കളമൊരുക്കിയത് എന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പിച്ചു. ഇലന്തൂരിലെ വീട്ടിലൊരുക്കിയ ആഭിചാര കളത്തിലേക്ക് നിരാലംബരായ 2 സ്ത്രീകളെ കൊണ്ടുവരികയും അവരെ പണം വാഗ്ദാനം ചെയ്തെത്തിക്കുകയും അതിനുശേഷം അവരെ തമിഴ്നാട് സ്വദേശിയായ പത്മയും വടക്കാഞ്ചേരിയിലെ റോസിലും ഇവരെ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നു. പിന്നീട് കടവന്ത്ര പോലീസിന് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് പരാതികൾ കിട്ടി. അതിൻ്റെ അന്വേഷണത്തിലാണ് ഈ നരബലി എന്ന ഒരു കാര്യത്തിലേക്കും നമ്മുടെ സംസ്ഥാനം എത്തിയോ എന്ന ചിന്തയിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. അത് വലിയ ഞെട്ടിപ്പിച്ചു. കേരളത്തെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഇതിലും കടവന്ത്ര പോലീസും മറ്റും അന്വേഷണം പൂർത്തിയാക്കി കേസ് വിചാരണയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ അതിൽ കൃത്യമായ ശിക്ഷയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. അത് ഈ ഭഗവത് സിംഗും ഭാര്യയും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്ത പണിയാണ്. അത് നമ്മൾ ഞെട്ടിപ്പോയി. കേരളത്തിലെ പല വീടുകളിലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള വാർത്തകളൊക്കെ അന്ന് പലതായി പുറത്തു വന്നു. മറ്റൊന്ന്, ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന നെന്മാറയിലെ ഇരട്ടക്കൊലപാതകമാണ്. അതിൽ പ്രതിയായ ചെന്താമര എന്ന് പറയുന്ന ചെന്താമരാക്ഷനും കടുത്ത അന്ധവിശ്വാസിയായിരുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിച്ചു. കാരണം ഭാര്യയും മകളും തന്നോട് അകന്നു കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സജിതയും കുടുംബവും, തൊട്ടയലത്തുള്ള സജിതയും കുടുംബവുമാണ് എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. അതായത് ഒരു മുടിയുള്ള സ്ത്രീയാണ് ഇതിന് കാരണക്കാരൻ എന്നാണ് ഒരു മന്ത്രവാദി ഇയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. തുടർന്ന് ഇവരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചെന്താമര നടന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഇയാൾ കൃത്യമായി തന്നെ ഈ കാര്യം മൊഴിയായി പോലീസിന് നൽകുകയും ചെയ്തു. വീടിൻ്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്തു കയറി ഈ സജിതയെ ഇയാൾ അന്ന് വെട്ടുകയും മറ്റും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അതിനുശേഷം മറ്റു ചില ആളുകളുടെയും കാര്യം, ഇയാളുടെ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന മറ്റു ചില ആളുകളുടെ കാര്യമൊക്കെ മന്ത്രവാദി പറഞ്ഞപ്പോൾ അതിലും വിശ്വസിച്ച് അവരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ചെന്താമരാക്ഷൻ നടന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ കൊലപ്പെടുത്താത്തതിലുള്ള മനോവിഷമം പിന്നീട് പോലീസിൻ്റെ പിടിയിലായപ്പോഴൊക്കെ അയാൾ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തനിക്ക് ചെയ്യാൻ കഴിഞ്ഞ പ്രവർത്തികളിൽ വലിയ സന്തോഷവാനുമായിരുന്നു പിന്നീട് ഈ ചെന്താമര എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഈ ബാലരാമപുരത്ത്, ഏറ്റവും ഒടുവിൽ ബാലരാമപുരത്ത് ഈ 2 വയസ്സുകാരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവത്തിലും അന്ധവിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട്. ചില പൂജകളുമൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതിൽ ഇയാൾ ഉൾപ്പെട്ടത് എന്നത് പ്രധാനമാണ്. ഒപ്പം ഇയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു ജോത്സ്യൻ്റെ പേരുമൊക്കെ പിന്നീട് വരികയുണ്ടായി. ഈ ജോത്സ്യൻ്റെ തീരുമാനപ്രകാരമാണ് തലമുണ്ടനം ചെയ്യുകയും മറ്റും ചെയ്തത്. ഈ മരിച്ച 2 വയസ്സുകാരി കുട്ടിയുടെ അമ്മ ശ്രീതു തലമുണ്ടനം ചെയ്യുകയും മറ്റും ചെയ്ത ജോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന കണ്ടെത്തലൊക്കെ വളരെ പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശംഖുമുഖം സ്വദേശിയായ ദേവദാസിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇനിയും ചുരുളഴിയാത്ത പല രഹസ്യങ്ങളും പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഈ പറഞ്ഞതുപോലെ അങ്ങനെ മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിപ്പിക്കുന്ന പണത്തിനോടുള്ള ആർത്തിയും സുഖജീവിതത്തോടുള്ള വല്ലാത്ത ആസക്തിയും മൂലം സ്വന്തം സ്വാർത്ഥത എന്ന ചിന്ത മാത്രം നമ്മുടെ മനസ്സിന് ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് ഇത്തരം വിശ്വാസങ്ങളിലേക്ക് പോവുകയും അവിടെ വിവേകത്തിനും അപ്പുറം അന്ധവിശ്വാസം എന്ന ഒരു കാര്യം പൂർണ്ണമാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇത്തരം അന്ധവിശ്വാസങ്ങളെ മാറോടടക്കി പിടിച്ചു നിൽക്കുന്ന മലയാളികളുടെ ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളാണ് ഈ അടുത്ത കാലത്തായി നമ്മൾ കേൾക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. ഇതിനിടെയാണ് സംസ്ഥാന സർക്കാർ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അത് നിയമസഭയിൽ വരികയും ചെയ്തു. പക്ഷേ ചില കാരണങ്ങളാൽ അതിനൊരു പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇപ്പോഴും നമുക്കറിയാം നഗ്നപൂജയും വ്യത്യസ്തമായ, അതായത് അപരിഷ്കൃതമായ രീതിയിലുള്ള പല പൂജകളും നമ്മുടെ പല കുടുംബങ്ങളുടെയും പുറകുവശത്ത്, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ വയ്യാത്ത വിധത്തിൽ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, ആൾദൈവങ്ങളുടെ, ആവശ്യമില്ലാത്ത പൂജകളുടെ ഒക്കെ ഒരു നാടായി കേരളം മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മലയാളി.